ഉന്നത ശക്തിയെ നിത്യസഹായിക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോഷുവയുടെ ക്വാളിറ്റി എന്താണ്? ട്രസ്റ്റാണ്. ഇപ്പം കലേബിൻ്റെ ക്വാളിറ്റി എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. ജോഷുവയുടെ ക്വാളിറ്റി എന്താണ്? ശരണമാണ്. എപ്പോഴും ഈ ക്വാളിറ്റിയാണ് ഇവരെ വിളിക്കാൻ കാരണമായത്. അതായത് ഇപ്പം നമ്മൾ ഓർക്കണം, നമുക്ക് എല്ലാ ഭാരങ്ങളെ നമുക്കെങ്ങനെ ഭാരങ്ങളെ ലഘുവാക്കാമെന്നാണ് ഈ ധ്യാനം അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് ജോഷുവയ്ക്ക് ഭാരങ്ങൾ ലഘുവായത്? എങ്ങനെയാണ് കാലേബിന് ഭാരങ്ങൾ ലഘുവായത്? അവർ ദൈവത്തിന് ശക്തിയിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ശരണം പ്രാപിച്ചു. അപ്പോഴാണ് അവരുടെ ഭാരങ്ങളെല്ലാം ലഘുവായത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എനിക്ക് നൽകിയ വിളി സ്വീകരിച്ചുകൊണ്ട് സാക്ഷാത്കരിക്കാൻ കർത്താവേ ഞാൻ അനുഭവിക്കുന്ന ഭാരങ്ങളെ ലഘുവാക്കുന്ന ദൈവിക പുണ്യങ്ങളായ ദൈവസ്നേഹത്താൽ പോലെ വിശ്വാസത്താൽ ശരണത്താൽ ജോഷുവയെ അഭിഷേകം ചെയ്യാം. പാദന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായിക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായിക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവരിലെല്ലാമുള്ള ആധ്യാത്മിക ഗുണങ്ങളെ, ദൈവിക പുണ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കൊണ്ട് അനുവേഷണമായി നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ ഈ ദൈവവിളി ആ കുടുംബജീവിതമായാലും നമ്മുടെ ഓഫീസ് ജീവിതമായാലും ഇനി നിത്യവൃത്തിക്കുള്ള അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി ദിവസക്കൂലിക്ക് പണിക്ക് പോകുന്നവരായാലും അവരവരുടെ ജീവിതത്തിലെല്ലാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തോട് ചേർന്ന് കൊണ്ട് അതിനെ അതിജീവിക്കാൻ, ഭാരങ്ങൾ ലഘുവാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ദൈവിക പുണ്യങ്ങൾ. ദൈവത്തെ കാണാത്ത ആൾക്കാരിലുണ്ടായിരുന്ന കലേബിളിലെ ജോഷുവയെ കണ്ടു. ഇനി അടുത്തത് ആരാണ്? ദൈവജനത്തെ നയിച്ച ആളാണ് ദാവീദ്. ദാവീദിൻ്റെ ഗുണം എന്തായിരുന്നു? ഒത്തിരി ദോഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ദാവീദിനെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ ദോഷമുള്ള ആൾക്കാരെ വല്ലൊരു കർത്താവിൻ്റെ ജനത ഏൽപ്പിക്കുമോ? അപ്പോൾ ദെയർ മസ്റ്റ് ബി എ ട്രൂത്ത് സംവെയർ എൽസ്. എവിടെയോ മനുഷ്യൻ കാണാത്ത ഒരു സത്യം ദൈവം കാണുന്നുണ്ട്. അതാണ് വിഷയം. മനുഷ്യരൊക്കെ ആക്ഷേപിക്കുകയും തോന്നിവാസം പറയുകയും കരുതുകയും ചെയ്യുമ്പോഴും ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി കാണാവുന്ന ഏതോ ഒരു ക്വാളിറ്റി ഈ ദാവീദിൻ്റെ ഉള്ളിൽ ദൈവം കണ്ടിട്ടുണ്ട്. ദാവീദ് കർത്താവ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തി പിടിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദാവീദിന് കർത്താവെന്ന് കേട്ടാൽ, കണ്ടിട്ടില്ല, ആൾ വിളിച്ചിട്ടില്ല, പക്ഷേ പകർന്നു കിട്ടിയ വിശ്വാസമാണ്. പക്ഷെ കർത്താവെന്ന് കേട്ടാൽ, നിങ്ങൾക്കറിയാമല്ലോ, ബൈബിളിൽ രസകരമായൊരു ഭാഗമാണ് ഈ ദാവീദ് യുദ്ധക്കളത്തിൽ വരുന്നത്. ദാവീദ് യുദ്ധക്കളത്തിൽ വരുന്നില്ലേ? ഫിലിസ്ത്യരുമായിട്ട് യുദ്ധം നടത്തുമ്പോഴേ ദാവീദ് യുദ്ധക്കളത്തിൽ വരും. എന്നാണെന്ന് അറിയാമല്ലോ, അയാൾ യുദ്ധം പഠിച്ചിട്ടില്ല, അപ്പം പഠിപ്പിച്ചിട്ടില്ല. ഭയങ്കര സങ്കടമായിരുന്നു യുദ്ധം പഠിപ്പിക്കാത്ത കാരണം. കുറേ കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്ന കാരണം ഈ ആടിനെ മേയ്ക്കാൻ വേണ്ടി രാവിലെ പറഞ്ഞ് വിടുമെന്നല്ല, യുദ്ധം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ കർത്താവിനെ അറിയാം. അത് കാരണം പകലെല്ലാം കർത്താവിൻ്റെ പാട്ടും പാടി, കർത്താവിന് വേണ്ടി പാട്ടും എഴുതി, കർത്താവിനെ ഇങ്ങനെ ലഹരി പോലെ പിടിച്ച് നടന്ന ആളാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അല്ലേ നമ്മൾ വായിക്കുന്നത്. ഇന്നും ഒളിമങ്ങാത്ത സങ്കീർത്തനം, പച്ചകടാത്ത സങ്കീർത്തനം ദാവീദിൻ്റെതാണ്. എന്താണ്? പ്രണയിച്ച് പാടിയതാണ്. ആത്യന്തികമായിട്ടുള്ള പ്രണയം ദൈവത്തോടായിരുന്നു ആ മനുഷ്യനെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫിലിസ്തീനിൽ അവിടെ ഗോലിയാത്ത് ദൈവജനത്തെ വെല്ലുവിളിക്കുകയാണ്. ഇറങ്ങി വാടാത്തുണയുണ്ടെങ്കിൽ ഏത് ദൈവം ഓടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് അപ്പം കൊടുത്ത് വിട്ട ആളാണേ. ജെസ്സെ പറഞ്ഞ് ഈ അപ്പം കൊണ്ടുപോയി യുദ്ധക്കളത്തിൽ ചട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോഴുണ്ട് ഗോലിയാത്തിൻ്റെ കൊലവിളി കേൾക്കണേ. അത് കേട്ടിട്ട് ദാവീദ് പറയും, ഈ ഫിലിസ്തീൻ, ഈ അപരിച്ഛിത, ഇവൻ ദൈവത്തെ, കർത്താവിനെ വെല്ലുവിളിക്കുക. ഇവൻ്റെ ചങ്ക് പിടച്ചു പോയി. കർത്താവിൻ്റെ സ്നേഹം അതാണ്. ഗോലിയാത്ത് വെല്ലുവിളിക്കണ കണ്ടപ്പോഴേ ദാവീദിൻ്റെ
ചങ്ക് പറഞ്ഞു പോയി. ഇവൻ ആരാണ് എൻ്റെ കർത്താവിന്? ഇപ്പം ഈ നമ്മൾ പറയണ പോലെയുള്ള വിഷയമല്ല, അത് കർത്താവുമായിട്ടുള്ളൊരു പ്രൈവറ്റ് സ്നേഹമാണ്. അതായത് കർത്താവിനെയാണ് ഇവൻ വിളിക്കുന്നത്. അവൻ ഈ അപരിച്ഛേദൻ എൻ്റെ കർത്താവിനെ വെല്ലുവിളിക്കാൻ ആരാണ് ഇവൻ എന്നുള്ളതാണ്. ഇവന് ഒരു 10-14 വയസ്സുള്ള പയ്യൻസാണ്. അവനെന്ന് പറയണത് 8 അടിയൊക്കെ ഉയരമുള്ള രാക്ഷസനായ മനുഷ്യനാണ്. അവനാണ് വെല്ലുവിളിക്കുമ്പോൾ ഇവൻ ന്യൂട്രലായിട്ട് അവിടെ എന്ത് ചോദിക്കണത് കുറേ കോമഡി ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം ഇതാണ്: രാജാവ് എന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവൻ്റെ തലയെടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, എന്നാ കിട്ടുമെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഒരു രസത്തിന് ചോദിക്കുന്നതാണ്, അവർ വിറഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. അതിൻ്റെ ആ വിറച്ചിലും വൈകാരികമായ സംസാരങ്ങളുടെ ഉള്ളിലെല്ലാം കർത്താവിനെക്കുറിച്ചുള്ള ഒരു തീഷ്ണതയുണ്ട്. ഇവന് ഉടനെ സാവളിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ സാവള് ചോദിക്കും, എന്ത് മണ്ടനാണ് നീ, കുഞ്ഞല്ലേ നീ, നിന്നെ ആരാ യുദ്ധം പഠിപ്പിച്ചിരിക്കണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറഞ്ഞ്, എനിക്ക് യുദ്ധമൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ആട്ടിടയനാണ്. കരടിയൊക്കെ വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സിംഹത്തിൻ്റെ വരെ വരച്ചു കയറിയിട്ട് ജട കൊണ്ട് നിലത്ത് കടിച്ചിട്ടുണ്ടെന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ സാവൂൾ വിസ്മയിക്കും. കാര്യം, ഒരു സിംഹത്തേക്ക് ജടക്ക് പിടിച്ച് നിലത്തടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പക്ഷേ അതല്ല പ്രശ്നം. കാര്യം സാവൂൾ അറിയാം, ഇവനെ പറഞ്ഞു വിട്ടില്ലെങ്കിലും ഇവൻ പോകുമെന്നറിയാം. കർത്താവ് എന്ന് പറഞ്ഞാൽ പ്രാന്തി പിടിച്ചിരിക്കുകയാണ്. അതാണ് ക്വാളിറ്റി. ദാവീദിൻ്റെ ക്വാളിറ്റി അതാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളെ കർത്താവെന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കാൻ പറ്റിയ ഒരാളാണ്. അത്രയും ദൈവ സ്നേഹം അത്രയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത് ദാവീദിന് ആ സ്നേഹം ഫീൽ ചെയ്തിട്ടുണ്ട്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഉന്നതമായ ദൈവമേ, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ ഉന്നതനായ ദൈവമേ, ദാവീദിന്റെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്നേഹത്താൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, എനിക്ക് വേണ്ടി ജീവിക്കുവാൻ, എനിക്ക് വേണ്ടി സാക്ഷിയാകുവാൻ ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ. യേസപ്പാ സ്തോത്രം, യേസപ്പാ സ്തോത്രം, യേസപ്പാ സ്തോത്രം, യേസപ്പാ സ്തോത്രം. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം സാവൂൾ ഒരു വാക്ക് പറയും. ഇവൻ നിവൃത്തിയില്ലാത്തവനായി നിൽക്കുക, അവൻ കത്തിക്കാളിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവൻ സാവൂൾ പറഞ്ഞു വിട്ടില്ലെങ്കിലും പോകും. പക്ഷേ അപ്പോൾ സാവൂൾ പറയും, കർത്താവേ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ. നീ പോവുക, കർത്താവ് നിൻ്റെ കൂടെ. ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പറയത്തില്ലേ കർത്താവ് നിങ്ങളോട് കൂടെ എന്ന്? എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ തൂണ് പോലെ നിൽക്കത്തില്ലേ? കർത്താവ് നിങ്ങളുടെ കൂടെ ചുണ്ടേ പുറത്തുണ്ട്. ഓർക്കുക, ഇതൊരു അഭിവാദനമാണ്, ശക്തിയുടെ അഭിവാദനം. കാലാകാലങ്ങളിൽ ദൈവത്തെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ മക്കളും, ദൈവത്തെ കൊണ്ട് ജീവിച്ചിട്ടുള്ള എല്ലാ മക്കളും ദൈവം കൂടെ വരുന്നവനാണെന്ന് വിശ്വസിച്ചിട്ടുള്ളവരാണ്. അമ്മയെ കണ്ടപ്പോഴും ദൂതൻ പറഞ്ഞത്, മേരി കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. അത് വിശ്വസിക്കുമ്പോൾ ആ കർത്താവ് കൂടെ വരും. കർത്താവ് ദാവീദിൻ്റെ കൂടെ പോയി. ദാവീദിന് വടിയും കൊണ്ട് വന്നപ്പോൾ ഗോലിയാത്ത് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്നാ ഒരു പട്ടിയത്തല്ല വരണ പോലെ ഒരു വടിയും കൊണ്ടാണ് എൻ്റെ അടുത്ത് വരണതെന്ന് ചോദിച്ചു. അപ്പോഴേ 1 സാമുവേൽ 15:47 17:45 വാക്ക് ദാവീദ് പറയും, എൻ്റെ കർത്താവ് ജയിക്കണത് ഈ വാളും കുന്തം കൊണ്ടല്ല. 1 സാമുവേൽ 17:45-47 തിരുവചനങ്ങളല്ലേ. എൻ്റെ കർത്താവ് ജയിക്കണത് വാളും കുന്തം കൊണ്ടില്ല. കർത്താവ് യുദ്ധം ചെയ്യണതും വാളും കുന്തം കൊണ്ടില്ല. നിൻ്റെ പെടലി ഞാൻ എടുക്കുമെന്ന് പറയും. ദാവീദ് ആരെ ആശ്രയിച്ച് പറയണതാണ്? അവൻ വിശ്വസിക്കണ സ്നേഹിക്കണ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് പറയണതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ. യേസപ്പാ സ്തോത്രം, യേസപ്പാ സ്തോത്രം, യേസപ്പാ സ്തോത്രം, യേസപ്പാ സ്തോത്രം, യേസപ്പാ സ്തോത്രം, യേസപ്പാ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമദീപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് തോന്നലുണ്ടോ ദാവീദാണ് ഏറെ കറ്റാപ്പിട്ട് കൊണ്ട് ഏറെക്കല്ല് കൊണ്ട് അവനെ എറിഞ്ഞ് താഴെയിട്ടതെന്ന്? നെവർ. സാവൂളിൻ്റെ ഒരു ആശീർവാദമുണ്ടല്ലേ, എൻ്റെ മകനെ പോവുക, കർത്താവ് നിന്നോട് കൂടെയെന്ന്. കർത്താവിനെക്കുറിച്ച് തീഷ്ണതയുള്ളവരുടെ കൂടെ കർത്താവ് ഉണ്ടാകും. അങ്ങനെയാണ് ദൈവവിളി നമുക്ക് ഭാരങ്ങൾ ലഘുവാകണത്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈ ഉണ്ടായിരിക്കട്ടെ. കൂടെയുള്ള കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ വിശ്വാസം, പ്രവർത്തിക്കാൻ പറ്റിയ ശരണം, ഈ കൂടെയുള്ള കർത്താവിന് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റിയ സ്നേഹം, ഇതൊക്കെയാണ് നമ്മുടെ ഭാരങ്ങളെ ലഘുവാക്കുന്നത്. ദൈവത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് എത്തുകയാണ്. ശരിക്കും കൂടെയുള്ള കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവത്തിൽ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതാണ് നമ്മുടെ ഭാരങ്ങളെ ലഘുവാക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ജീവിത വിളിക്കനുസരിച്ചുകൊണ്ട് അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തി എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യമായ വെല്ലുവിളികളുടെ ഭാരങ്ങളെ ലഘൂകരിക്കാൻ എന്നിലെ ദാവീദിനെ പോലെ എന്നിലെ ശരണവും സ്നേഹവും അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാവൂൾ രാജാവിൻ്റെ കാലത്ത് നടന്ന രണ്ടാമത്തെ യുദ്ധവിജയം നയിച്ചത് ബൈബിളിലെ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വ്യക്തിയാണ്, ജോനാഥാൻ. ഈ ജോനാഥാനൊക്കെ ഇല്ലേ, ദാവീദ്, എന്തിനാണ് നമ്മൾ ഇവരെ ധ്യാനിക്കണമെന്ന് അറിയാവോ? ഇവരുടെ ഉള്ളിലുള്ള ഒരു ഷിവൽറി ഉണ്ട്, ഒരു ധൈര്യം, ശക്തി. അതൊക്കെ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. അത് കർത്താവിലുള്ള വിശ്വാസമാണ്. ജോനാഥാൻ 600 പേരുമായിട്ട് സാവൂൾ രാജാവ് നിർമ്മാതകത്തിൻ്റെ താഴ്വരയിൽ വിശ്രമിക്കുമ്പോഴേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മലമുകളിലാണെങ്കിൽ ഫിലിസ്ത്യരെ അട്ടഹസിച്ചു കൊണ്ട് വെല്ലുവിളിക്കുകയും, അവർ 10,000 മനുഷ്യരുണ്ട്, ഇവർ വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ദാവീദൊക്കെ പേടിച്ചിരിക്കുകയാണ്. ഒന്നാമത്തേൽ ഒരു മണ്ടൻ തീരുമാനം എടുത്തിട്ടുണ്ട് അദ്ദേഹം. എല്ലാത്തിനെയും കൊണ്ട് ഓത്ത് ചെയ്യിച്ചു. കാര്യം എന്താണ്? ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫിലിസ്ത്യരെ ആക്രമിച്ച് കീഴാക്കി എടുക്കിട്ടേ ഭക്ഷണം കഴിക്കത്തുള്ളെന്ന്. അതൊക്കെ ജോഷുവയുടെ കാലത്തുണ്ടായ ചില പാരമ്പര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തതാണ്. പക്ഷേ അതിനുള്ള ത്രാണി ഇദ്ദേഹത്തിനില്ല, കൂടെ ജനങ്ങളുമില്ല, അശക്തരാണ്, അശരണരാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നപ്പോൾ ജോനാഥൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ജോനാഥനും വേറെ ഒരു കൂട്ടുകാരനും കൂടി ആ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്ന്, ആ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അവരവിടെ നിന്ന് പിൻവലിഞ്ഞു. അവർ പാത്ത് ഒളിച്ചവിടുന്ന് പോയി. എന്നിട്ട് പറഞ്ഞ അപ്പൻ അറിയരുതെന്ന് പറഞ്ഞു. ജോനാഥാൻ പറഞ്ഞ വാക്കുകളാണ്. അവർ ഫിലിസ്തീയരുടെ 10,000 മനുഷ്യർ, പട്ടാളക്കാരെ താവളമടിക്കുന്ന മലമുകളിൻ്റെ താഴെ വന്നു. താഴെ വന്നിട്ട് ഉടുമ്പ് കയറണ പോലെ ഈ കിഴക്കാന്തുക്കായ മലയോരങ്ങൾ കയറുമ്പോഴേ കൂടെയുള്ളവൻ ചോദിക്കും, കൂടെയുള്ളവൻ പട്ടാളക്കാരനാണ്, ജോനാഥാനോട് ചോദിക്കും, ജോനാഥാൻ, നമ്മളെ 2 പേരല്ലേ ഉള്ളൂ, അവർ 10,000 പേരുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ജോനാഥാൻ ഒരു ഡയലോഗ് പറയും. അതാണ് അവൻ്റെ ക്വാളിറ്റി. അതാണ് 1 സാമുവേൽ 14:6. എണ്ണം കൂടുന്നതും എണ്ണം കുറയുന്നതും
കർത്താവിന് ഒരുപോലെയാണെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എണ്ണം കുറയുന്നത് കർത്താവിന് ഒരുപോലെയാണ്. സ്തുതിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തിരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിലെല്ലാം ഉണ്ട്. ജോനാഥൻ്റെ ഒരു വാക്കില് ആ യുദ്ധം എങ്ങനെ ജയിക്കണമെന്നറിയാവോ? ജോനാഥനെ ഇങ്ങനെ ഉടുമ്പ് കയറണ പോലെ കയറി മുകളിലോട്ട് വരണ കാണുമ്പോൾ ഫിലിസ്ത്യൻ പട്ടാളം അട്ടഹസിന് പറയാം, കയറുവാ നിന്നെ ഞങ്ങളെ അരിഞ്ഞ് കഴുകന്മാർക്ക് കൊടുക്കുമെന്ന് പറയും. എന്നിട്ട് ഈ മനുഷ്യൻ കയറി ചെല്ലും. കിഴക്കാൻ തൊക്കായ മലയോരങ്ങൾ കയറി ചെന്നിട്ടും അപ്പോഴും പറയുന്നത് എന്താണ്? എണ്ണം കൂടുന്നതും എണ്ണം കുറയണതും കർത്താവിന് ഒരുപോലെ. കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവ് നേരിട്ട് ജോനാഥനെ വിളിച്ചിട്ടുമില്ല. പക്ഷേ ഈ മനുഷ്യന് കർത്താവിനോടുള്ള കാണാത്ത കർത്താവ്, തന്നെ വിളിച്ചെന്ന് നേരിട്ട് വിളിക്കാത്ത കർത്താവ്, പക്ഷേ അവനോടുള്ള തീഷ്ണത, അതാണ് ജോനാഥൻ്റെ ക്വാളിറ്റി. എങ്ങനെയാണ് ഇവിടെ ഭാരങ്ങൾ ലഘുവാക്കിയത്? 10,000-ങ്ങളെ നമുക്കത് കാണാൻ പറ്റും. അവർ കർത്താവിൻ്റെ ശക്തിയിലാണ് വിശ്വസിക്കണത്, അവർ യുക്തിയിലല്ല വിശ്വസിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സഭയ്ക്കുള്ള ഒരു പ്രത്യേകത അതാണ്. കാര്യം അമിതമായ യുക്തിയിലൊക്കെ ആശ്രയിക്കുന്ന കാര്യം. നമ്മൾക്ക് ബൈബിൾ ഇവിടെ രൂപപ്പെടുത്തിയവരും, ബൈബിളിലെ ഒരു ജനത്തെ രൂപപ്പെടുത്തിയവരും, ആ ജനത്തെ രക്ഷണീകൃതത്തിൽ കയറ്റി ഏൽപ്പിച്ചവരും, അതിന് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയവരും ആരും ഈ ശാസ്ത്രത്തിൻ്റെ കാലത്ത് ജീവിച്ചവരല്ല. അവരവരുടെ ശക്തി ഉപയോഗിച്ചത് കർത്താവിൻ്റെ ശക്തിയിലാണ് അവർ വിശ്വസിച്ചത്. അതാണ് പറഞ്ഞത്, എണ്ണം കൂടിയാലും കുറഞ്ഞാലും കർത്താവിനെല്ലാം ഒരുപോലെയല്ലേ എന്ന്. എൻ്റെ ദൈവപൈതലെ, കർത്താവിൻ്റെ സത്യം വിശ്വസിച്ചപ്പോൾ എന്നാ പറ്റിയത്? പുറപ്പാട് 14 നമ്മൾ വായിക്കുന്നതാണ്. മോസസിൻ്റെ പാരമ്പര്യത്തിലുള്ള അനുഭവമാണ് കർത്താവാണ് യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ മൗനമായിരുന്നാൽ മതിയെന്ന്. കർത്താവ് യുദ്ധം ചെയ്തു. അവർ തന്നെ ഫിലിസ്ത്യർ അവസാനം തന്നെ തമ്മിൽ തല്ലാൻ തുടങ്ങി. അതെന്താ കാര്യം? ദൈവജനത്തെ ദൈവം എങ്ങനെ സംരക്ഷിച്ചു, അഥവാ ദൈവത്തെ വിശ്വസിക്കുന്നതിലൂടെ, അവിടെ പ്രയത്നങ്ങളിലൂടെ, അവിടെ സാക്ഷ്യങ്ങളിലൂടെ എങ്ങനെ സംരക്ഷിച്ചു എന്ന് നമ്മൾ നോക്കുകയാണ്. ജോനാഥൻ്റെ ക്വാളിറ്റി എന്താണ്? കർത്താവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം. സൈന്യത്താലല്ല, ശക്തിയാലല്ലെന്ന് നമ്മൾ സക്കറിയ 4:6 വായിക്കുന്നുണ്ട്. ആ സക്കറിയയിൽ മാത്രമുള്ള അനുഭവമല്ലത്. ആരെല്ലാം ദൈവത്തെ എന്നെല്ലാം എവിടെയെല്ലാം വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടോ അവർക്കുണ്ട അനുഭവങ്ങളാണ്. ദൈവം രക്ഷിക്കണത് സൈന്യത്താലല്ല, ദൈവം രക്ഷിക്കണത് ശക്തിയാലല്ലെന്ന്. ജോനാഥൻ നോക്കുമ്പോഴെന്താണ്? അവൻ ഒന്ന് കൈ ഓങ്ങിയതേ ഉള്ളൂ. പക്ഷേ കർത്താവ് 1000 വട്ടം കൈ ഓങ്ങിക്കൊണ്ട് അവർ തന്നെ തമ്മിൽ തല്ലാനും അവർ രാജ്യം വിട്ടു പോകാനും തുടങ്ങി. അങ്ങനെയാണ് ദിനത്തെ ജോനാഥൻ സംരക്ഷിച്ചത്. ജോനാഥൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, തിരുസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, തിരുസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയാണ് ഭാരം, എങ്ങനെയാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ ഇവരെല്ലാം നിസ്സാരമായി കണ്ടതെന്ന്, അവർക്ക് കിട്ടിയ ആന്തരിക അഭിഷേകം എന്താണെന്ന് നമ്മൾ കാണുകയായിരുന്നു. കർത്താവിനെ നേരിട്ട് കണ്ട എബ്രാഹത്തെയും, കർത്താവിനെ നേരിട്ട് കണ്ട മോസസിനെയും, കർത്താവിനെ നേരിട്ട് വിളിച്ച സാമുവേലിനെയൊക്കെ വിട്ടിട്ട് കർത്താവിനെ കാണാത്ത, കർത്താവിനെ കേൾക്കാത്ത, പാരമ്പര്യ വിശ്വാസത്തിൻ്റെ പേരിൽ കർത്താവിനെ അറിഞ്ഞ ജോനാഥാനെയും അതുപോലെ തന്നെ ദാവീദിനെയുമൊക്കെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റിയാണ് അന്വേഷിക്കുന്നത്. ആ ഭാരത്തെ എങ്ങനെ ലഘുവാക്കി, എങ്ങനെ വെല്ലുവിളികളെ കർത്താവിന് വേണ്ടി അവർ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് എങ്ങനെ അവിടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു. ആ ഒരു ചൈതന്യം ഇപ്പോഴും നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 29:20 യാക്കോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്.
യാക്കോബ് റാഖേലിനെ കല്യാണം കഴിക്കാൻ വേണ്ടി 7 കൊല്ലം ലാബാൻ്റെ വീട്ടിൽ ജോലി ചെയ്ത കാര്യമാണ് പറയണത്. പക്ഷേ ബൈബിൾ അവിടെ വാക്ക് ചേർത്തിട്ടുണ്ട്. അതായത് 7 കൊല്ലം അവൻ മല്ലം പണി ചെയ്തു, അവനെ കൊണ്ട് അങ്ങനെ ലാഭം പണി ചെയ്യിച്ചു. പക്ഷെ ആ 7 കൊല്ലവും കുറച്ച് ദിവസം പോലെ അവന് തോന്നിയുള്ളെന്ന്. എന്താ കാര്യം? റാഖേലിനുള്ള സ്നേഹം കാരണം കുറച്ച് ദിവസം പോലെ അവന് തോന്നിയുള്ളൂ. അവൻ്റെ ഭാരം ലഘുവായെന്നർത്ഥം. അവൻ്റെ മഹാഭാരങ്ങൾ, മല്ലം പണിയുടെ മഹാഭാരങ്ങൾ യാക്കോബിൽ ലഘുവായി തോന്നി. എന്തുകൊണ്ടാണ് തോന്നിയത്? നമ്മൾ വായിച്ചതല്ലേ? എന്തുകൊണ്ടാണ്? റാഹേലിനുള്ള സ്നേഹനിമിത്തം. ദൈവിക ഇതാണ് കൺവേർഷൻ സംഭവിക്കുന്നത്. അതായത് റാഹേലിനോടുള്ള സ്നേഹമാണ് യാക്കോബിൻ്റെ ഭാരത്തെ ലഘൂകരിച്ചത്. ഈ ഭാരങ്ങളെ ലഘൂകരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്നേഹമാണ് ശരിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 11:30 നമ്മൾ വായിച്ചില്ലേ? അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, എൻ്റെ ഭാരം ലഘുവാണെന്ന് ഈശോ പറയണത്. എന്താ കാര്യം? കർത്താവിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ ജോനാഥന് ഭാരം ലഘുവായി. ഫിലിസ്ത്യരെ കർത്താവാണ് ജോനാഥാന് വേണ്ടി യുദ്ധം ചെയ്തത്. പുറപ്പാട് 14:14 അനുസരിച്ച് കൊണ്ട് ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് ദാവീദിന് ഗോലിയാത്തൊരു ഭാരമല്ല, വെറും ഒരു കല്ല് കൊണ്ടാണ് അവൻ കവണയിക്കറക്കി എറിഞ്ഞത്. പക്ഷേ ആ കല്ല് ഒരു 200 കിലോ ഭാരമുള്ള കല്ലാക്കി കർത്താവ് മാറ്റിയിട്ട് അതിൻ്റെ പ്രകടശേഷി ദൈവത്തിൻ്റെ ദൂതനാണ് അവനെ നെറ്റിക്കടിക്കുന്നത്. ദാവീദ് ഓങ്ങുക മാത്രമാണ് ചെയ്യണത്. കറക്കി എറിഞ്ഞതെ കൊണ്ട് കൊള്ളിക്കണത് ആരാണ്? അവരെ വീഴ്ത്തുന്നത് ആരാണ്? അത് കർത്താവാണ്. അപ്പോൾ ഭാരം ലഘുവാകും. ഓരോ ഭാരവും ഇവരെല്ലാം ലഘുവാക്കിയത് എങ്ങനെയാണ്? ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ട്. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും ദൗത്യം ദൈവം എന്നെയും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏത് ഭാരമായാലും അത് ലഘുവാക്കാനുള്ള ഏറ്റവും വലിയ അഭിഷേക ശക്തി എന്ന് പറയുന്നത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും തന്നെയാണ്. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിത ഭാരത്തെ ലഘൂകരിക്കാൻ ആവശ്യമായ ദൈവിക പുണ്യങ്ങളായ ദൈവവിശ്വാസത്തെ അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ ശരണത്താൽ അഭിഷേകം ചെയ്യണം. മഹത്വം കർത്താവേ, ആരാധന ഈശോയേ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ.